ഹായ് ഹലോ മക്കളെ. അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് USSRക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. അപ്പോൾ നമ്മുടെ USS എക്സാമിന്റെ ഡേറ്റ് വന്നു, എല്ലാവരും പഠിക്കുന്നതിന്റെ തിരക്കിലാണെന്ന് എനിക്കറിയാം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ചാപ്റ്ററിലെ ഫുൾ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഏത് ചാപ്റ്റർ ആണ് നമുക്ക് നോക്കാം. നമ്മുടെ സെക്കൻഡ് ടേമിലെ ചാപ്റ്റർ ആയിട്ടുള്ള ചാപ്റ്റർ 12 ഓൾജിബ്ര ബീജഗണിതം എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ച് പേര് ഇതൊക്കെ ടെക്സ്റ്റിൽ പഠിക്കാതിരിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും USSനെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം അത്യാവശ്യം എളുപ്പമുള്ളതായിരിക്കും. കാരണം നമുക്ക് ചെറിയൊരു ഓപ്ഷൻ അങ്ങോട്ട് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി അല്ലേ, ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് പരിപാടി തീർക്കാനുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഓൾജിബ്രയിൽ നിന്നും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ അത്യാവശ്യം സിമ്പിൾ ആയിരിക്കും. നല്ല രീതിക്ക് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കി അങ്ങോട്ട് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ എന്തിലേക്ക് കിടക്കാം, നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഓക്കെ, യെസ്. അപ്പോൾ ബീജഗണിതത്തെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി എഴുതുന്നതല്ല അല്ലെ. ഇപ്പോൾ 1 + 2 = 3 എന്നൊക്കെ നമ്മൾ നോർമൽ നമ്പേഴ്സിൽ എഴുതുന്നതിന് പകരം എക്സും വൈയും യൂസ് ചെയ്ത് അതിനെ മറ്റൊരു ഫോമിലേക്ക് മാറ്റുന്നതാണ് ഓൾജിബ്ര എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ രണ്ട് നമ്പേഴ്സ് നമ്മൾ കൂട്ടുന്നു, ആ രണ്ട് നമ്പേഴ്സിനെ നമ്മൾ എക്സ് ആയും വൈ ആയും എടുക്കുകയാണെങ്കിൽ ഇതിന്റെ സം എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കുന്നത് x + y ആയിരിക്കും. ഇതൊക്കെയാണ് നമ്മൾ ഓൾജിബ്രയിൽ പഠിക്കാനായിട്ടുള്ളത്. ഇനി മൂന്നാമതൊരു സംഖ്യ വന്നാലോ അതിനെ നമ്മൾ z എന്ന് കൊടുക്കും. അപ്പോൾ x + y + z എന്നൊക്കെയാണ് നമ്മൾ ഓൾജിബ്രയിൽ ഇതിനെ സൂചിപ്പിക്കുന്നത്. ഇതിന്റെ ചെറിയൊരു പോർഷൻ നമ്മൾ ഇന്ത്യയിൽ പഠിച്ചിട്ടുണ്ടടാ, ഷോർട്ട് ഹാൻഡ് മാത്ത്, കണക്കിലെ ചുരുക്കെഴുത്ത് എന്ന് പറയുന്ന 7ാമത്തെ ഒരു ചാപ്റ്ററിലെ നമ്മളുടെ അതിനകത്ത് നമ്മൾ ഈ ടൈപ്പ് ഇക്വേഷൻസ് ആണ് ആദ്യമായിട്ട് പഠിക്കുന്നത് അവിടെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് നോക്കിക്കേടാ. ഇഫ് ദ സം ഓഫ് 3 consecutive natural numbers is 108, what is the least number? നമ്മൾ തുടർച്ചയായിട്ടുള്ള അതായത് അടുത്തടുത്ത 3 എണ്ണൽ സംഖ്യകൾ ഇങ്ങോട്ട് എടുക്കുവാണേ. 3 എണ്ണൽ സംഖ്യകൾ എടുത്തു. എണ്ണൽ സംഖ്യകൾ എന്ന് പറയുമ്പോൾ എന്താ, 1 2 3 4 5 6 അങ്ങനെ എല്ലാ നമ്പേഴ്സിനെയും നമുക്ക് എണ്ണൽ സംഖ്യകൾ എന്ന് പറയാം കേട്ടോ. ശരി, അതിന്റെ ആകെ തുക എന്ന് പറയുന്നത് 108 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ കൂട്ടത്തിലെ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ കൂട്ടത്തിലെ ചെറിയ സംഖ്യ ഏതാണ് എന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ എങ്ങനെയാണ് എടുക്കേണ്ടത് എന്ന് വെച്ചാൽ ആദ്യം തന്നെ ഞാൻ നമ്പേഴ്സ് ജസ്റ്റ് ഒന്ന് എഴുതാം. ഇപ്പൊ 1 2 3 നോക്കിക്കേടാ, അടുത്തടുത്ത എണ്ണൽ സംഖ്യകളല്ലേ എഴുതിയിരിക്കുന്നത്. ഈ അടുത്തടുത്ത സംഖ്യകൾ നമ്മൾ എന്താണ് ഒരു ഫീച്ചർ ഉള്ളത്, അതായത് ഇവർ തമ്മിലുള്ള എന്താണ് ബന്ധം? 1ൽ നിന്നും 2ലേക്ക് പോകാനായിട്ട് 1ന്റെ വ്യത്യാസമുള്ളത് അല്ലെ. ഇനി 2ൽ നിന്ന് 3ലോട്ട് പോകാനും 1ന്റെ വ്യത്യാസമാണ്. ഇങ്ങനെ ഒന്ന് കൂട്ടി കൂട്ടി കൂട്ടിയാണ് നമ്മൾ നമ്പേഴ്സ് എണ്ണാനൊക്കെ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുള്ളത് അല്ലെ. ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ആദ്യം 1 2 3 എന്ന് എഴുതുന്നു. ആദ്യത്തെ സംഖ്യക്ക് നമ്മൾ എക്സ് എന്ന് പേര് കൊടുക്കുന്നു കേട്ടോ. ആദ്യത്തെ സംഖ്യക്ക് നമ്മൾ എക്സ് എന്ന് പേര് കൊടുത്താൽ തൊട്ടടുത്ത സംഖ്യക്ക് എന്താണ് പേര് കൊടുക്കേണ്ടത്? 1നോട് 1 കൂട്ടിയാലാണ് 2 കിട്ടുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് നമ്പർ എക്സ് ആണെങ്കിൽ എക്സിനോട് കൂടെയും എത്ര കൂട്ടണം? 1 കൂട്ടണം. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത കേസിലാണെന്നുണ്ടെങ്കിലോടാ, എക്സിനോട് കൂടെ 1 കൂട്ടിക്കഴിഞ്ഞു, ഇനി എക്സിനോട് കൂടെ 2 കൂട്ടണം. അതായത് 1 നമ്മൾ എക്സ് എന്ന് എടുത്തേക്കണം അല്ലെ. 1ൽ നിന്ന് 2ലേക്ക് പോകാൻ 1 കൂട്ടിയാൽ മതി, പക്ഷെ 1ൽ നിന്ന് 3ലോട്ട് പോകാൻ 2 കൂട്ടണം. പിടിയിട്ടുന്നുണ്ടോ? അപ്പൊ അടുത്തടുത്ത തുടർച്ചയായിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ ഓൾജിബ്രിക് ഫോം ചോദിച്ചാൽ എന്റെ മക്കൾ അറിഞ്ഞിരിക്കണം x + 1 x + 2 x + 3 etc. ഇങ്ങനെയാണ് ഇതിന്റെ ഓൾജിബ്രിക് ഫോം പോകുന്നത് കേട്ടോ. അപ്പൊ എത്ര എണ്ണം വരെ ചോദിച്ചിട്ടുണ്ട്? ഇപ്പൊ ഒരു 8 7 എണ്ണം വരെയൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതേപോലെ എണ്ണി അങ്ങനെ എഴുതിയാൽ മാത്രം മതി. അപ്പൊ ആദ്യത്തെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ ആദ്യം എന്താ വരേണ്ടത്? എക്സ് ആണ് ആദ്യം വരേണ്ടത്, പിന്നെ x + 1 x + 2 അങ്ങനെ അത് നീണ്ടുപോകും. പിടിയിട്ടുന്നുണ്ടോ? ഓക്കെ ആണല്ലോ. നമുക്കിപ്പോ 3 എണ്ണം മാത്രം മതി. ഇതേ നമ്മൾ 3 എണ്ണം എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? ബാക്കി കാര്യങ്ങൾ ചെയ്യാലോ. ഓക്കെ, അപ്പോ നമ്മളോട് പറഞ്ഞിരിക്കുന്നു ഇവരുടെ തുക എന്ന് പറയുന്നത് 108 ആണ്. അതായത് 3 സംഖ്യകളും കൂടി കൂട്ടിയാൽ നമുക്ക് 108 കിട്ടും. നമുക്ക് അങ്ങനെയാണെങ്കിൽ ചെയ്തു നോക്കാലോ. എക്സ്, അതേപോലെ തന്നെ x + 1 x + 2 ഇത് 3ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസർ ആണ് 108 എന്ന് പറയുന്നത്. അപ്പൊ നോക്കിക്കേടാ, x + 1 + x + 2 ഇതിനകത്ത് എത്ര എക്സുകൾ ഉണ്ട്? എക്സുകൾ നമുക്ക് ആദ്യം എടുത്ത് മുന്നോട്ടേക്ക് എഴുതാം. 3 എക്സുകളാണുള്ളത് അല്ലെ. പിന്നെ നമ്പേഴ്സ് ഏതൊക്കെയാണ്? +1ഉം +2ഉം +1ഉം +2ഉം = 108. അപ്പൊ 3 എക്സുകൾ ഉണ്ടല്ലോ. 3x + 1 + 2 3 ആണ്. ദാറ്റ് ഈസ് = 108. ഇത്രയുമാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ. 3x + 3 = 108. ഇവിടെ വരെ നമുക്ക് എത്താൻ സാധിച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാം. നോക്കാലോ നമുക്ക് എന്നാ. യെസ്, ഇതിന്റെ ബാക്കി ഞാൻ മുകളിൽ എഴുതുന്നുണ്ട്. 3x
plus 3 is equal to 108 എന്ന് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ 3x കണ്ടുപിടിക്കാനായിട്ട് പ്ലസ് 3നെ നമ്മൾ ഈക്വൽ ടു അപ്പുറത്തോട്ട് കൊണ്ടുപോകുന്നു. പ്ലസ് ആയിട്ടുള്ള ഒരു നമ്പർ ഈക്വൽ ടു അപ്പുറത്തോട്ട് പോയാൽ അത് മൈനസ് ആകും. വളരെ ബേസിക് ആയിട്ടുള്ള ഇൻഫോർമേഷൻ ആണ്, അത് എല്ലാവരും അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പൊ പ്ലസ് 3 അപ്പുറം ചെല്ലുമ്പോൾ -3 ആകുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 105. 108 3 കുറച്ചാൽ 105. ഇനി എന്ത് ചെയ്യാം, 3x ഈസ് ഈക്വൽ ടു 105 എന്ന് വരെ നമ്മൾ വന്ന് നിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ നമ്മളോട് പഠിക്കാൻ പറഞ്ഞാൽ എന്തുവാണ്, ചെറിയ സംഖ്യ എക്സിന്റെ വാല്യൂ, അതായത് ഈ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ സംഖ്യ എക്സ് അല്ലേ ഇടാം, ഫസ്റ്റ് നമ്പർ ആണ് ഏറ്റവും ചെറുത്. അപ്പൊ എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 105 ഇപ്പുറത്തുണ്ട്, ഇൻറ്റു 3 ആയിട്ടാണ് 3 ദേ ഇവിടെ കിടക്കുന്നത് അല്ലെ. അപ്പൊ ഇൻറ്റു 3നെ തൊട്ട് അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ ഡിവൈഡഡ് ബൈ 3 ആകുന്നു. സോ 105 ഡിവൈഡഡ് ബൈ 3 എന്നാണ് നമുക്ക് എഴുതേണ്ടത്. ഓക്കെ ആണല്ലോ. ഇനി 10ൽ 3 പ്രാവശ്യം പോകുന്നു. 1 ഇറക്കി എഴുതുമ്പോൾ 1 ഉണ്ട്, 5 ഉണ്ട്, 5 തവണ പോകുന്നു. സോ എത്രയാണ്, 35 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ അല്ലേ. നമ്മുടെ ഓപ്ഷൻസിൽ ഉണ്ടോ? യെസ്, ഓപ്ഷൻ ഡി 35 is the right answer. അപ്പൊ ഞാൻ ചോദിക്കുവാണ്, നമ്മളോട് ഇവിടെ ക്വസ്റ്റ്യനിൽ അത് ചോദിച്ചിട്ടില്ല, ഏതൊക്കെയാണ് അപ്പൊ സംഖ്യകള്? 35, 36, 37 പിടികിട്ടിയോ? ഈ കൂട്ടത്തിൽ ഏറ്റവും ചെറുത് 35 ആണ്. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ വേണം ഇത് സോൾവ് ചെയ്തെടുക്കാനായിട്ട്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, കൃത്യമായിട്ട് തന്നെ പഠിച്ച് വച്ചോളണം എന്റെ മക്കള്. ഓക്കെ, നമ്മളിത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കുവാണ് കേട്ടോ. രണ്ടാമത്തത് ഇത് നമ്മൾ കലണ്ടറുമായിട്ട് ബേസ് ചെയ്ത് പഠിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. The sum of the numbers in 9 cell squares in a calendar is 153. Which is the least date? നമ്മളൊരു കലണ്ടറിൽ 9 സംഖ്യകളുള്ള ഒരു കളം അങ്ങോട്ട് എടുക്കുവാണേ. 9 സംഖ്യകളുള്ള ഒരു കളം നമ്മൾ ഇങ്ങോട്ട് എടുക്കുവാണ്. എടുത്തു. നമ്മളോട് ചോദിച്ചിരിക്കുന്നു ഇതിന്റെ മൊത്തം തുക, ഈ സംഖ്യകളെല്ലാം കൂടി കൂട്ടിയാൽ നമുക്ക് കിട്ടുന്ന സമ്മാണ് 153. അങ്ങനെയാണെങ്കിൽ ഈ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ തീയതി, ചെറിയ ഡേറ്റ് ഏതാണ് എന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഈ ഒരു ഇൻഫോർമേഷൻ 153 മാത്രം വെച്ചുകൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമുക്ക് എന്ത് വേണം? ഓൾജിബ്രയുടെ സഹായം വേണം അല്ലെ. യെസ്, അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പോവാണ്? യെസ്, ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പ്രത്യേക കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ 9 സംഖ്യകളുണ്ട്, സംഖ്യകളുടെ എണ്ണം കൂടുതലാണ് അല്ലെ. അപ്പൊ ഒരെണ്ണം എക്സ് എന്ന് എടുത്താൽ നമ്മൾ ഇതിനെ കൂട്ടി പോയി കഴിഞ്ഞാൽ കുറെ സമയം പോകും. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ എത്ര സംഖ്യയുണ്ട്? മൊത്തത്തിൽ 9 നമ്പേഴ്സ് ആണ് ഇവിടെ ഉള്ളത് അല്ലെ. അതിന്റെ എല്ലാത്തിന്റെയും ടോട്ടല് 153 ആണ്. അപ്പൊ നമ്മള് ഇതിന്റെ നടുക്കലത്തെ സംഖ്യ ഇവിടെ കിടക്കുന്ന, അതായത് ഏറ്റവും സെന്റർ പാർട്ടിൽ വരെ ഉണ്ടാവും സംഖ്യ ഏതാണ് എന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കും. അതിനുവേണ്ടി എന്ത് ചെയ്യും? 153നെ എത്ര നമ്പേഴ്സ് ഇവിടെ ഉണ്ടോ, 9 ആണ്, 9 വെച്ചിട്ട് എന്ത് ചെയ്യണോടാ? ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമുക്ക് 17 എന്ന് ഉത്തരം കിട്ടും. എത്രയാണ്? 17 ആണ് നമുക്കപ്പോ ഉത്തരം കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. ശരി, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? അതിനുശേഷം നമ്മൾ ചെയ്യുന്ന പരിപാടി, മിഡിൽ നമ്പർ നമുക്ക് കിട്ടി. അപ്പൊ മിഡിൽ നമ്പർ നമുക്ക് ഇങ്ങോട്ട് എടുത്തെഴുതാലോ. യെസ്, 17 ആണ് മിഡിൽ നമ്പർ, അത് ഞാൻ എടുത്തെഴുതി. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഏറ്റവും ചെറിയ തീയതിയാ. ഇന്നത്തെ ഏറ്റവും ചെറിയ ഡേറ്റ് എവിടെയാ വരിക? ഏറ്റവും തുടക്കത്തിൽ ഇവിടെയാണ് ഏറ്റവും ലീസ്റ്റ് ഡേറ്റ് വരേണ്ടത്. ഏറ്റവും ലീസ്റ്റ് ഡേറ്റ് വരേണ്ടത് ഏറ്റവും ആദ്യത്തെ കളത്തിലാണ്. ഓക്കെ, അപ്പൊ ഈ നടുക്ക് 17 ആണല്ലോ, നടുക്കുന്ന് ഏറ്റവും ആദ്യത്തെ കളത്തിലേക്ക് നമ്മൾ എത്തണം. ശ്രദ്ധിച്ചേ, ഇപ്പോ 17-ാം തീയതിയാണ് ഇന്ന്. അങ്ങനെയാണെങ്കിൽ ഇന്നലെ എത്രാം തീയതിയായിരുന്നു? ഇന്ന് 17-ാം തീയതി ആണെങ്കിൽ ഇന്നലെ 16-ാം തീയതിയാണ്. അതിൽ ആർക്കും സംശയമില്ലല്ലോ. ഇന്നലെ 16-ാം തീയതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ മുന്നത്തെ ഡേറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഇവിടെ? മുന്നത്തെ ആഴ്ചയാണ്. നിങ്ങൾ കലണ്ടറിൽ ഒരു 9 അക്കങ്ങൾ വരുന്ന കളം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് മുകളിൽ കിടക്കുന്നതും തൊട്ട് താഴെ കിടക്കുന്നതും ഒരാഴ്ച ഡിഫറൻസിലുള്ള നമ്പേഴ്സ് ആയിരിക്കും അല്ലെ. അപ്പൊ ഇന്ന് 16-ാം തീയതി ആയിരുന്നെങ്കിൽ ഒരാഴ്ച മുന്നേ എന്തായിരുന്നു ഡേറ്റ്? അതെങ്ങനെയാ കണ്ടുപിടിക്കാം? മുന്നോട്ടും ബാക്കിലോട്ടും പോകാനായിട്ട് നമ്മൾ എന്ത് സൂത്രമാണ് പ്രയോഗിക്കുന്നത്? നമുക്ക് നോക്കാലോടാ. യെസ്, 2 ആഴ്ചകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? നമ്പറിന്റെ വ്യത്യാസം എത്രയാണ് വരുന്നത്? 7 ദിവസങ്ങളാണ് ഒരു ആഴ്ചയിലുള്ളത് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? 7 കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാൻ മതി. മുന്നോട്ടേക്ക് പോകാനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 7 കൂട്ടണം. പിന്നിലോട്ട് പോകാനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 7 കുറയ്ക്കണം. അത്രയേ ഉള്ളൂ. 16 നമ്മൾ നേരെ 7 അങ്ങോട്ട് കുറച്ചാൽ മതി. നമുക്ക് എത്ര കിട്ടും? 9 എന്നാണ് ഉത്തരം കിട്ടുക കേട്ടോ. എന്താണ്? 9-ാം തീയതി ആയിരുന്നു ഈ ബോക്സിലെ ഏറ്റവും ചെറിയ തീയതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ബി 9 ആണ് നമ്മളുടെ ഉത്തരമായിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് വരേണ്ടത്. പിടികിട്ടുന്നുണ്ടോ? നമ്മളോട് എല്ലാം കണ്ടുപിടിക്കാനൊന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് ഏറ്റവും ചെറിയ നമ്പർ മാത്രം മതി. അതുകൊണ്ട് തന്നെ ഈ ഒരു കുഞ്ഞി ഷോർട്ട് കട്ട് മെത്തേഡ് അപ്ലൈ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. മിഡിൽ നമ്പർ കണ്ടുപിടിക്കാം, എന്നിട്ട് നമ്മൾ മുന്നോട്ടേക്ക് പോവാം. പിടികിട്ടുന്നുണ്ടോ? ഓക്കെ ആണോ? ശരി, അങ്ങനെയാണെങ്കിൽ നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. ഇത് അത്യാവശ്യം നല്ല എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഈക്വൽ ടു x plus y plus z. x plus y ബ്രാക്കറ്റിനുള്ളിലാണ്
പുറത്ത് ഇസഡ് വന്നിരിക്കുന്നു. ഇതിനോട് തുല്യമായിട്ട് വരുന്ന ഓപ്ഷൻ ഏതാണ് എന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ ആദ്യം അറിയേണ്ട കാര്യം, ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാം. എങ്ങനെയാന്ന് നോക്കിക്കോ. ഇതിനകത്ത് രണ്ട് സൈനും എന്താടാ, രണ്ടും പോസിറ്റീവാ. അപ്പൊ ഇതിനോട് തുല്യമായിട്ട് വരുന്ന താഴത്തെ ഓപ്ഷനിലും രണ്ട് പോസിറ്റീവ്സ് വേണ്ടേ, അല്ലെങ്കിൽ രണ്ട് പ്ലസ് സൈൻസ് വേണ്ടേ? നോക്കിക്കേ, ആദ്യത്തെ പറ്റോ? ഇല്ല, കാരണം ആദ്യത്തിൽ ഒരു മൈനസ് ഉണ്ട്, അപ്പൊ തന്നെ നമുക്ക് റിജക്ട് ചെയ്യാം. ഇനി സി പാർട്ട് നോക്ക്, ഇവിടെയും ഒരു മൈനസ് ഉണ്ട്, അപ്പൊ അതും നമുക്ക് റിജക്ട് ചെയ്യാം. ഡി പാർട്ട് നോക്ക്, ഇവിടെയും ഒരു മൈനസ് ഉണ്ട്, അപ്പൊ അതും നമ്മൾ എന്ത് ചെയ്തു, കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പൊ ആൻസർ ചെയ്താ വരിക, എല്ലാം പോസിറ്റീവായിട്ട്, വളരെ പോസിറ്റീവായിട്ട് നിൽക്കുന്ന നമ്മുടെ ഓപ്ഷൻ ബി ആണ് ഇവിടത്തെ ഉത്തരം എന്ന് പറയുന്നത്. പിടികിട്ടുന്നുണ്ടോ? പിന്നെ നമ്മളിത് ഷോർട്ട് ഹാൻഡ് മാത്തിൽ പഠിച്ചതാണ് അല്ലേ. എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ്. ഈ കാര്യം നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇക്വേഷൻ നേരെ അറിയാമെങ്കിൽ ഒറ്റയടിക്ക് നമുക്ക് ഓപ്ഷൻ ഒറ്റ കുത്തങ്ങൾ കുത്തിയിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഓക്കേടാ? യെസ്. സോ ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത്. ഇഫ് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു ഇസഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് റൈറ്റ്. അപ്പൊ നോക്കിയടാ, എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞ് രണ്ട് എക്സും വൈയും രണ്ട് നമ്പേഴ്സ് നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ ഇസഡ് എന്ന് പറയുന്ന മറ്റൊരു സംഖ്യ കിട്ടും എന്നാണെങ്കിൽ ഈ പറയുന്നവയിൽ ഏതാണ് ശരിയല്ലാത്തത്? ഇറ്റ്സ് നോട്ട് റൈറ്റ് എന്നാ ചോദിച്ചേക്കണേ അല്ലേ. ശരിയല്ല, ഏതോരെണ്ണം തെറ്റാ, അത് ഏതാണ് നമുക്ക് നോക്കിയാലോ. ആദ്യം തന്നെ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു ഇസഡ് ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്തെഴുതി. നോക്കിക്കേ, ഇസഡ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു എക്സ്. അതായത് ഈ ഒരു ഇക്വേഷനിൽ നിന്നും എക്സ് എങ്ങനെ കണ്ടുപിടിക്കാം? പ്ലസ് വൈനെ അപ്പുറത്തോട്ട് ഉണ്ടായാൽ മതി അല്ലേ. എക്സ് ഈസ് ഈക്വൽ ടു പ്ലസ് വൈ അപ്പുറത്തോട്ട് പോകുമ്പോൾ മൈനസ് വൈ ആകുന്നു. അപ്പൊ ഇസഡ് ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു. മൈനസ് വൈ ആണ് അപ്പുറത്തോട്ട് ചെല്ലുന്നത്. അപ്പൊ ഇസഡ് മൈനസ് വൈ അത് തന്നെയല്ലേ ഇത്. നോക്കി, ഇസഡ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു എക്സ്. ഇവിടെ എക്സ് ഈസ് ഈക്വൽ ടു ഇസഡ് മൈനസ് വൈ, രണ്ടും ഒന്നല്ലേ. അപ്പോ ഇതല്ല നമ്മുടെ ആൻസർ, അതല്ല. ഇനി അടുത്തേക്ക് കിടക്കാം. z minus x is equal to y. അതായത് ഈ സെയിം ഇക്വേഷനിൽ നിന്ന് y എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അതായത് y-നെ ഇവിടെ നിർത്തിക്കൊണ്ട് x-നെ നമ്മൾ അപ്പുറത്തോട്ട് കൊണ്ടുപോകുന്നു. x-നെയാണ് നമ്മൾ അപ്പുറത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ എന്താവും? z ഓൾറെഡി അവിടെ ഉണ്ട്, മൈനസ് എക്സ് ആവും അല്ലെ അപ്പുറത്തോട്ട് ചെല്ലുമ്പോൾ. അത് തന്നെയാണ് നമ്മുടെ ഓപ്ഷൻ ബി. ശ്രദ്ധിച്ചു നോക്കി, z minus x is equal to y. ഇവിടെയാണെങ്കിൽ y is equal to z minus x. സെയിം അല്ലേടാ? യെസ്. അപ്പോ അതും അല്ല നമ്മുടെ ആൻസർ വരുന്നത്, അതും നമുക്കിവിടെ വരുന്നില്ല, കാരണം അത് രണ്ടും ഒന്നാണ് അല്ലെ. ഇനി സിയും ഡിയും നോക്കാം. സിയിലേക്ക് നോക്കുമ്പോൾ ഇസഡ് മൈനസ് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 0. അതായത് ഇസഡ് ഓൾറെഡി റൈറ്റ് സൈഡിൽ കിടക്കുന്നുണ്ട്, എക്സ് പ്ലസ് വൈ ഒന്നിച്ചിങ്ങോട്ട് പോകുന്നേക്കുവാണ് അല്ലെ. എക്സ് പ്ലസ് വൈ ഒന്നിച്ചിങ്ങോട്ട് പോകുന്നപ്പോ രണ്ട് സ്ഥലത്തും ഇക്വേഷൻ ഒന്നാ, പക്ഷേ ഇവിടെ കിട്ടുന്ന 0 ആണ്, അപ്പുറത്ത് കിട്ടുന്ന 1 ആണ്. അപ്പൊ എന്താണ് വരിക? 0 ആണോ 1 ആണോ നമ്മുടെ ഉത്തരമായിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് വരുന്നത്? 0 എന്തായാലും വരത്തില്ല, കാരണം രണ്ടും കൂടി കൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ 0 വരുന്ന പരിപാടി എന്തായാലും ഇല്ലല്ലോ ഇവിടെ. അപ്പൊ ഏതാണ് നമുക്ക് ഇവിടെ ഉത്തരമായിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് കിട്ടുന്നത്? ഇസഡ് മൈനസ് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 1 എന്നാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഓക്കെ, 0 എന്തായാലും വരത്തില്ല, കാരണം രണ്ട് സൈഡിലും എന്തായാലും 0 വരത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടും കൂടി കൂട്ടിയിട്ട് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്? 1 ആണ് കിട്ടേണ്ടത്. ഓക്കെ ആണല്ലോ? പിടി കിട്ടുന്നുണ്ടോ പറഞ്ഞ പരിപാടി? യെസ്, ഓപ്ഷൻ ഡി ആണ് നമ്മളുടെ ഉത്തരം വരേണ്ടത് കേട്ടോ. അപ്പോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ അഞ്ചാമത്തത് ഇതേപോലെ തന്നെ ഇങ്ങനത്തെ ടൈപ്പാണ് ഇനി അങ്ങോട്ട് എല്ലാം വരുന്നത് കേട്ടോ. ശ്രദ്ധിച്ചേ, a ഇൻറ്റു ബി മൈനസ് സി പ്ലസ് ബി ഇൻറ്റു സി മൈനസ് എ പ്ലസ് സി ഇൻറ്റു എ മൈനസ് ബി. ഇതിന്റെ ഉത്തരം എന്തായിരിക്കും നമുക്ക് നോക്കാം. അപ്പൊ ഇത് ചെയ്യുന്നതിന് മുന്നേ മറ്റൊരു കാര്യം അറിയണം. എങ്ങനെയാണ് ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള ആൾക്കാരെ പുറത്തുള്ള ഒരു കോമൺ നമ്പറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? എങ്ങനെയാ? ആദ്യം a ഇൻറ്റു ബി ചെയ്യണം, പിന്നീട് a ഇൻറ്റു സി ചെയ്യണം, അടുത്തതിൽ ബി ഇൻറ്റു സി ചെയ്യണം, ബി ഇൻറ്റു എ ചെയ്യണം, സി ഇൻറ്റു എ ചെയ്യണം, സി ഇൻറ്റു ബി ചെയ്യണം. ഇതേപോലെ ഒരു ആരോ മാർക്ക് ഇട്ട് ആദ്യം തന്നെ വെച്ചാൽ നമുക്ക് തെറ്റിപ്പോകില്ല. ഓക്കെ, എ ഇൻറ്റു ബി, എ ബി ആണല്ലോ, മൈനസ് നടുക്ക് ചിഹ്നം മൈനസ് അല്ലേ, മൈനസ് എ ഇൻറ്റു സി, എ സി. അടുത്ത പ്ലസ് അങ്ങനെ തന്നെ കൊടുത്തോ, പ്ലസ്. അടുത്തത് ബി ഇൻറ്റു സി, ബി സി, മൈനസ് ബി ഇൻറ്റു എ, ബി എ, പ്ലസ് അടുത്തതിൽ സി ഇൻറ്റു എ, സി, അടുത്തതിൽ സി ഇൻറ്റു ബി, സി ബി എന്നാണ് നമുക്ക് വരുന്നത്. ഇനി നമ്മൾ എല്ലാവരും ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ഒരേപോലെയുള്ള കുറച്ചധികം ആൾക്കാരെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ നോക്കി, എ ബി ഇവിടെ ഉണ്ട്, ബി എ ഇവിടെ ഉണ്ട്. എ ബി എന്ന് പറഞ്ഞാലും ബി എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയല്ലേ. എ ഇൻറ്റു ബി ചെയ്താലും ബി ഇൻറ്റു എ ചെയ്താലും നമുക്ക് ഒരേ ഉത്തരമാണ് കിട്ടുക ആണല്ലോ. അപ്പൊ നമുക്ക് ഒരേപോലെ എടുത്തെഴുതാലോ. യെസ്, ഞാൻ അത് എടുത്തെഴുതാനായിട്ട് പോവാണ്. എ ബിയും മൈനസ് എ ബിയും. ഓക്കെ, എ ബിയും മൈനസ് എ ബി ഇങ്ങോട്ടേക്ക് എഴുതുന്നേ. എ ബി മൈനസ് ബി എ, ബി എന്ന് പറഞ്ഞാൽ എ ബി എന്ന് പറഞ്ഞാൽ ഒന്ന്. ഇനി അതിനുശേഷം ഇത് നോക്കിക്കോ, മൈനസ് എ സി പ്ലസ് സി എ, മൈനസ് എ സി പ്ലസ് സി എ. അപ്പൊ അതും കഴിഞ്ഞല്ലോ. ഇനി അടുത്തത് പ്ലസ് ബി സി മൈനസ് സി ബി, പ്ലസ് ബി സി മൈനസ് സി ബി. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ നോക്ക്, സെയിം നമ്പേഴ്സിനെ തമ്മിൽ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ആദ്യം തന്നെ മൈനസ് ചെയ്തിരിക്കുന്നു, പിന്നെ അടുത്തതിൽ എന്താണ്? മൈനസും പ്ലസും വന്നിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടി എന്താണ്? അറേഞ്ച്മെന്റ് റെഡിയാക്കി നോക്കാം. എ ബി,
അതിനുശേഷം ബി ആണ് എടുത്തത്, അതിന് മുന്നിൽ -1. ഇനി -AC അതിന് തൊട്ടപ്പുറത്ത് +CA ആണ്. അത് നമ്മൾ എന്ത് ചെയ്തു? നേരെ തന്നെ കട്ട് ചെയ്തു കളഞ്ഞു. ഇനി +BC ഉണ്ട്, അതേപോലെ തന്നെ ഇവിടെ -CB ഉണ്ട്. ഓക്കെ ആണല്ലോ? അപ്പൊ പരിപാടി ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? യെസ്. മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ്. ഇനി എന്ത് ചെയ്യാം? ഒരേപോലെയുള്ള ആൾക്കാരെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ശ്രദ്ധിച്ചോളൂ. AB - BA, അതായത് സെയിം ആൾക്കാരല്ലേടാ. AB എന്ന് പറഞ്ഞാലും BA എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. അപ്പോൾ സെയിം നമ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്തു? കട്ട് ചെയ്തു. ഇനി അടുത്ത് നോക്കാം, -AC + CA. ഒരു നമ്പർ മൈനസും പ്ലസും ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ സെയിം നമ്പേഴ്സിൽ മൈനസും പ്ലസും സൈൻസ് വന്നാൽ ഇവർ എന്താണ്? 0 ആയിട്ടാണ് പോവുക. സെയിം പരിപാടിയിൽ അടുത്തേലും വരുന്നേ +BC - CB. അപ്പൊ എല്ലാം മൊത്തത്തിൽ എന്തായി പോയടാ? 0 ആയിപ്പോയി. അപ്പൊ നമുക്ക് ഏതാണ് ആൻസർ വരേണ്ടത്? 5th വൺ, ഓപ്ഷൻ ബി, 0 ആണ് നമ്മളുടെ ഉത്തരമായിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് വരണ്ടേ കേട്ടോ. അപ്പൊ ഇതൊക്കെ നേരത്തെ അറിഞ്ഞിരിക്കാം, നമുക്ക് 0 ആണ് ഇവിടുത്തെ ആൻസർ കിട്ടുന്നത് എന്നുള്ള കാര്യം. അപ്പൊ ക്വസ്റ്റ്യൻ ഒന്ന് ഓൾറെഡി ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ടൈപ്പിന് വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് പഠിക്കണം. ഓക്കെ, കൃത്യമായിട്ട് ഇത് അറിഞ്ഞിരിക്കണം കേട്ടോ. അതായത് ഇവിടെ A കഴിഞ്ഞ് B - C, പിന്നെ B കഴിഞ്ഞാൽ C - C, അപ്പുറത്ത് C കഴിഞ്ഞാൽ A - B. അപ്പൊ മൈനസ് വന്നിട്ട് എല്ലാവരും കൂടി പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 0 ആയിരിക്കും ഉത്തരം വരുന്നത് എന്നുള്ള കാര്യം ഒന്ന് പഠിച്ച് വച്ചേക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഇത്രയും ചെയ്യേണ്ടതായിട്ട് വരും. ഇനി ആറാമത്തെ ക്വസ്റ്റിലേക്ക് കിടക്കുമ്പോൾ ഇവിടെയും നേരത്തെ പോലെ തന്നെ 4 സെൽ സ്ക്വയേഴ്സ് ആണ്. നേരത്തെ നമ്മൾ ചെയ്തപ്പോൾ 9 സെൽ സ്ക്വയേഴ്സ് വെച്ചിട്ട് റൺ ചെയ്തില്ലേ? ഇവിടെ 4 സെല്ലേ ഉള്ളൂ. ഇഫ് ദ സം ഓഫ് ഓൾ 4 numbers in a 4 സെൽ സ്ക്വയേഴ്സ് ഇൻ എ calendar ഈസ് റിട്ടൺ ഇൻ algebraic form. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അതിന്റെ ഓൾജിബ്രിക് ഇക്വേഷൻ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് നേരത്തെ പോലെ 9 എണ്ണമില്ല, വെറും 4 എണ്ണമേ ഉള്ളൂ. വേണം 4 എണ്ണം നമ്മൾ എഴുതി കേട്ടോ. ഇനി നമ്മൾ നേരത്തെ പരിപാടി ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റൂല, കാരണം നടുക്കത്തെ നമ്പർ ഇല്ലല്ലോ ഇവിടെ. നടുക്ക് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇല്ല. 4 എണ്ണം ഈവൻ നമ്പർ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യത്തേതിന് X എന്ന് പേര് കൊടുക്കാം. അത് കഴിഞ്ഞിട്ടുള്ള സംഖ്യ എന്തായിരിക്കും? നമ്മൾ പറഞ്ഞു ഇന്ന് 1-ാം തീയതി ആണെങ്കിൽ നാളെ 2-ാം തീയതി. ഇന്ന് X ആണെങ്കിൽ നാളെ X+1. ഇനി അടുത്ത ആഴ്ചത്തെ പരിപാടി എങ്ങനെയാണ് വരിക? ഇന്ന് 1-ാം തീയതി ആണെങ്കിൽ അടുത്ത ആഴ്ച, ഇന്നിപ്പോ ഞായറാഴ്ച 1-ാം തീയതി ആണെങ്കിൽ അടുത്ത ഞായറാഴ്ച കണ്ടുപിടിക്കാൻ ഇതിനോട് കൂടി ഒരു 7 കൂടി ആഡ് ചെയ്താൽ മതി അല്ലേ? അപ്പൊ Xനോട് കൂടി X+7 ആഡ് ചെയ്യും. ഇനി അപ്പുറത്താണെങ്കിലോ ഇന്ന് X+8 ആണെങ്കിൽ നാളെ ഇന്ന് X+7 ആണെങ്കിൽ നാളെ X+8 ആണ് വരേണ്ടത്. അതെങ്ങനെയാ നമുക്ക് കിട്ടിയേ? X+7 അല്ലേ ഇന്ന്, അതിനോട് കൂടെ ഒന്നുകൂടി കൂട്ടിയാൽ നാളത്തെ ദിവസമായില്ലേ? ദാറ്റ് മീൻസ് X+8 അങ്ങനെ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എല്ലാം കൂടി കൂട്ടിയിട്ട് ഇതിന്റെ കോമൺ ഓൾജിബ്രൈക് ഫോം ആണ് നമുക്ക് വേണ്ടത്. ശ്രദ്ധിക്കാലോ. യെസ്, X+1 X+7 X+8 സം അല്ലേ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഇത് നോക്കൂ, സം തുകയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. കണ്ടോ, തുകയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരെയും തമ്മിൽ കൂട്ടണം. ഇതിനകത്ത് എത്ര എക്സ് ഉണ്ടടാ? 1 2 3 4. എത്ര എക്സ് ഉണ്ട്? 4 എക്സുകൾ. അതിനുശേഷം 1 + 7, 1 + 7 8 ആണ്. 8 + 8 16. 4x + 16. ഓപ്ഷനിലേക്ക് നോക്കാം. ഫസ്റ്റത്തെ ഓപ്ഷൻ 4 × x+4. അടുത്തതിലെ 4x + 4. സി പാർട്ട് 4x, ഡി പാർട്ട് 2x. നമ്മുടെ ഉത്തരം തെറ്റിയോടാ. 4x + 16 ആണ് നമുക്ക് കിട്ടി. പക്ഷെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ലല്ലോ. അങ്ങനെ കുറെ ആൾക്കാർ വിചാരിച്ച് നമ്മുടെ ബിയിൽ കൊണ്ടേ കുത്തും. എന്റെ എവിടെയോ തെറ്റിയിട്ടുണ്ട്. അപ്പൊ 4x+ വന്നേക്കുന്ന ബിയിലാണ്. അപ്പൊ അവിടെയാണ് പോകേണ്ടത്. അങ്ങനെയാണോടാ? അല്ല. നമ്മുടെ ഓപ്ഷൻ എനെ നമ്മൾ ചിലപ്പോൾ കംപ്ലീറ്റ്ലി അങ്ങോട്ട് അവോയ്ഡ് ചെയ്യും. ഓപ്ഷൻ എ നോക്കിക്കേ, 4 × x+4 ആണ്. അപ്പൊ ഇങ്ങനെ വരുമ്പോ എന്ത് ചെയ്യണം എന്നാ ഞാൻ പറഞ്ഞേ? ബ്രാക്കറ്റ് ഉണ്ട്, പുറത്ത് കോമൺ ആയിട്ട് ഒരാളുണ്ടെങ്കിൽ പുറത്തു നിന്നും അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ടുള്ള ശ്രമം നമ്മൾ നടത്തണം അല്ലേ? 4 × x എത്രയാണ്? 4 × x 4x കിട്ടുന്നു. 4 × 4 that is equal to 16. ഫൈനൽ ആൻസർ നമുക്ക് എന്ത് കിട്ടും? 2 കൂടി കൂട്ടിയാൽ 4x + 16. അപ്പൊ ആൻസർ ഏതാ വരേണ്ടത്? ഓപ്ഷൻ എ ആണ് നമ്മളുടെ ഉത്തരം. നമ്മൾ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഓപ്ഷൻസ് മാറ്റിയൊക്കെ തരൂടാ, കാരണം USS എക്സാം ആണ്. അത്ര പെട്ടെന്ന് നമ്മൾ കൃത്യമായിട്ട് ഉത്തരത്തിലേക്ക് എത്തരുത് എന്നുള്ളൊരു വാശി ആർക്കുണ്ട്? ഇതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ക്രിയേറ്റ് ചെയ്ത ആൾക്കുണ്ട് അല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനകത്ത് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. നമ്മൾ ആ ഒരു ചതിക്കുഴികളിൽ വീടരുത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 7th വൺ ആണ് ജനറൽ ഫോം ഓഫ് ഓഡ് നമ്പേഴ്സ്. നമ്മൾ ഒറ്റ സംഖ്യകളുടെ ഒരു പൊതുരൂപം കണ്ടുപിടിക്കാനായിട്ട് നമ്മളോട് പറയാണ്. അതിനു മുന്നേ ഒറ്റ സംഖ്യകളുടെ ഒന്ന് എഴുതിയാലോ? 1 3 5 7 9 എക്സെട്ര. 1-ൽ തുടങ്ങി 1 കൂട്ടി പോകുന്ന ആൾക്കാരാണ് നമ്മുടെ ഒറ്റ സംഖ്യകൾ അല്ലെ? ഓഡ് നമ്പേഴ്സ്. നമുക്ക് ഇതിനകത്ത് നോക്കാം എന്താണ് ഇതിന്റെ പൊതുരൂപം. അതായത് ഒരു ഇക്വേഷൻ, ഇതിനകത്ത് ഒരു ഇക്വേഷൻ, അതിനകത്ത് 0 1 2 3 4 എന്ന് പറയുന്ന നമ്പേഴ്സ് ഓരോ റിപ്പീറ്റ് ആയിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് നമ്മളുടെ ഓഡ് നമ്പേഴ്സ് ആയിരിക്കും. അതേതാണ് എന്നാണ് ചോദ്യം. നമുക്ക് ആദ്യത്തെ ഫോർമുല ഒന്ന് എടുക്കാം. 2n - 1.
ഇതിനകത്ത് ഞാൻ എന്നിന്റെ സ്ഥാനത്ത് ആദ്യം 1 ഇട്ട് കൊടുക്കുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 into 1 minus 1. ദാറ്റ് ഈസ് 2 minus 1 1 ആണ് കിട്ടുന്നത്. ഇനി അടുത്ത് ഇട്ട് കൊടുക്കാം n is equal to 2 എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് 2 into 2 minus 1 4 minus 1 3 എന്ന് കിട്ടി. അപ്പൊ 1 3 രണ്ടും എന്താണ് ഓഡ് നമ്പേഴ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്കൊരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട്, ആളവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് എന്താ 2n plus 1 ആണ്. 2n plus 1 ആദ്യം 0 കൊടുക്കുന്നു. അപ്പോ 0 plus 1 1. അതിനുശേഷം നമ്മൾ എന്ത് കൊടുക്കുന്നു 2 കൊടുക്കുന്നു. 2 into 2 plus 1 4 plus 1 5. അപ്പൊ ചെറിയൊരു പ്രശ്നം ഉണ്ടല്ലോ അവിടെ. 1 കഴിഞ്ഞ് പിന്നെ 5 ആ കിട്ടിയിരിക്കുന്നത്. അപ്പൊ 3 ഇവിടെ പോയി, 3 വന്നിട്ടില്ല അല്ലെ. അപ്പൊ നമുക്ക് എന്തായാലും ഇവരെ കൂട്ടാനായിട്ട് പറ്റത്തില്ല. അപ്പൊ നമുക്ക് മനസ്സിലായി നമ്മുടെ ആൾ ആരല്ല, നമുക്ക് രണ്ടാമതായിട്ട് വന്നിരിക്കുന്ന ആളാരല്ല, ഓപ്ഷൻ ബി അല്ല എന്ന് നമുക്ക് ഒരു നിഗമനം നമ്മുടെ ഉണ്ട്. അവിടെ നിൽക്കട്ടെ. ഓക്കെ, നമുക്ക് ലാസ്റ്റ് എന്ത് ചെയ്യാം, അവനെ സ്ഥിരീകരിക്കാം. ഇനി 2n നമ്മുടെ സിയിലേക്ക് കിടക്കുവാണ്. 2n ആദ്യം നമ്മൾ 0 കൊടുക്കുന്നു. അപ്പൊ 2 into 0 0 വന്നു. പിന്നെ എന്താ 2 into 1 2 വന്നു. അപ്പൊ തന്നെ പ്രശ്നമായി, കാരണം ഇവിടെ എന്താ ഈവൻ നമ്പർ വന്നു. അപ്പൊ തന്നെ നമുക്ക് അവനെ ഒഴിവാക്കാം. ഇവൻ പറ്റത്തില്ലടാ, ഇവൻ ശരിയാവത്തില്ല, അവനെ നമുക്ക് എന്ത് ചെയ്യാം, ഒഴിവാക്കാം. അടുത്തിൽ 3n ആണ്. 3n plus 1 0 കൊടുക്കുന്നു. അപ്പൊ 0 plus 1 1 കിട്ടും. 1 കൊടുത്താൽ 3 into 1 plus 1 3 plus 1 4 കിട്ടി. അതും ശരിയാവത്തില്ല. നമ്മൾ എന്ത് ചെയ്തു, അവനെയും കട്ട് ചെയ്ത് കളഞ്ഞു. ഓക്കെ, ഇനി രണ്ടാൾക്കാരേ ഉള്ളൂ. 2n minus 1 ആകാം, 2n plus 1 ആകാം. നമുക്ക് ഇവന്മാരെ ഒന്നുകൂടി എന്ത് ചെയ്യാം, ഒന്നുകൂടി ഒന്ന് ചെയ്ത് റെഡിയാക്കി നോക്കാം. എവിടെയെങ്കിലും ഒരുത്തം പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അവരെ മാറ്റാം. ഓക്കെ, ശ്രദ്ധിച്ചു നോക്കാലോ, ചെയ്യാലോ. യെസ്, 2n minus 1 ആണ് നമ്മൾ ആദ്യം ചെയ്യുന്നത് കേട്ടോ. 2 into 1 minus 0 കൊടുക്കാം ആദ്യം. 0 minus 1. ഇവിടെ ഒരു പ്രശ്നം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 0 minus 1 minus 1 ആ വരുന്നത്. അല്ലെ, ഞാൻ ചെയ്തതിൽ നേരത്തെ 1 ആയിരുന്നു, മൈനസ് 1 ആണ് വരുന്നത്. മൈനസ് 1 എന്ന് പറയുമ്പോൾ അതൊരു ഓഡ് നമ്പർ ആയിട്ട് വരുന്നില്ല അല്ലെ. അപ്പൊ അതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. നമുക്ക് ആദ്യം തന്നെ മൈനസ് വന്നു, അതൊരു പ്രശ്നമാണ്. മൈനസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. 0 minus 1 എന്ന് പറയുമ്പോൾ -1 ആണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് അവനെയും കൂട്ടാനായിട്ട് സാധിക്കുന്നില്ല. അപ്പൊ ആര് തന്നെയാണ് നമ്മുടെ ആൻസർ വരുന്നേടാ? യെസ്, രണ്ടാമത്തെ ആളായിട്ടുള്ള 2n plus 1 തന്നെയാണ് നമുക്ക് ഇവിടെ ഉത്തരമായിട്ട് നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പൊ ആദ്യത്തേല് 0 plus 1 1 കിട്ടുള്ളൂ. രണ്ടാമത്തേല് 2 into 2 4 plus 1 5 കിട്ടത്തുള്ളൂ. മൂന്നാമത്തേല് നമുക്ക് നോക്കുമ്പോൾ 6 plus 1 7 കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ അത് കിട്ടി പോകുന്നുണ്ട്. പ്രശ്നം വലുതായിട്ടില്ല. ഇനി നമ്മൾ 1 കൂടി അപ്ലൈ ചെയ്ത് കൊടുത്താൽ കറക്റ്റ് ആയി. 1 plus 1 that is equal to 3 കിട്ടി. ഇപ്പൊ എല്ലാ നമ്പേഴ്സും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഏതാണ് 2n plus 1 ആണ് നമുക്ക് വരണ്ടേ കേട്ടോ. മൈനസ് വന്നാൽ തെറ്റാണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. ഇപ്പൊ നമ്മൾ ഓഡ് നമ്പേഴ്സിന്റെ കാര്യമാണ് പറഞ്ഞത് അല്ലെ. 2n plus 1 എന്ന് പറഞ്ഞത് ഓഡ് നമ്പേഴ്സിന്റെ കാര്യമായിരുന്നു. അടുത്തത് ഈവൻ നമ്പേഴ്സിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒറ്റ സംഖ്യകൾ കഴിഞ്ഞു, ഇനി ഇരട്ട സംഖ്യകളുടെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ശ്രദ്ധിച്ചു നോക്കാം, ഇത് ഭയങ്കര സിമ്പിളാ. കാരണം 0 1 2 3 അല്ലേ. അപ്പൊ ഇവിടെ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. 3n ഉണ്ട്, 5n ഉണ്ട്, 2n ഉണ്ട്, 7n ഉണ്ട്. ഞാൻ ഓരോ സ്ഥലത്തായിട്ട് എഴുതിയതേ ഉള്ളേ. ഇനി ആദ്യം 0. അപ്പൊ 3 into 0 0, 3 into 1 3 ആണ്. അപ്പൊ തന്നെ നമുക്ക് ഒഴിവാക്കാലോ, കാരണം അത് ഒരു ഓഡ് നമ്പർ ആണ്. നമുക്ക് അപ്പൊ തന്നെ എഴുതി ഒഴിവാക്കാം. ഇനി ബിയിൽ കൊടുക്കാം. 5 into 0 0, 5 into 1 5. പറ്റുമോ? ഇല്ല, പറ്റത്തില്ല. ഇനി നമ്മൾ 3നും 5നും നോക്കിയ സ്ഥിതിക്ക് 7n നോക്കണോ? വേണ്ട, കാരണം 7n ഓൾറെഡി 7 എന്ന് പറയുന്ന ഒരു ഓഡ് നമ്പറാണ്. അപ്പൊ പിന്നെ 7 into 1 ചെയ്ത 7 തന്നെയല്ലേ കിട്ടുള്ളൂ. അപ്പൊ അതും കട്ട് ചെയ്തു. ആൻസർ ചെയ്താടാ 2n. 2 എന്ന് പറയുന്ന ഒരു ഈവൻ നമ്പർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ കറക്റ്റ് ഉത്തരം വരുന്നത് 2 into n. 2n ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരേണ്ടത് കേട്ടോ. ഓക്കെ ആണല്ലോ. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഇനി നമ്മുടെ 9ാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. 9ാമത്തേലും ഇതേപോലെ തന്നെ ശ്രേണികൾ, ഒരു സീരീസ് തന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. നോക്കാം. Which is the general form of this sequence 1 11 21 31 41 where n is one of the numbers 0 1 2 3. അതായത് എന്നിന്റെ സ്ഥാനത്ത് ഈ നമ്പേഴ്സ് നമുക്ക് ഇട്ട് കൊടുക്കണം. ഓക്കെ, എന്നിന്റെ സ്ഥാനത്ത് 0 മുതൽ 1 2 3 നമ്പേഴ്സ് ഇട്ട് കൊടുക്കണം. അപ്പൊ നമുക്ക് കിട്ടേണ്ട ഉത്തരം 1 11 21 31 ഒക്കെയാണ്. അപ്പൊ നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം 10n ആണ് അല്ലെ. 10n 0 ഇട്ട് കഴിഞ്ഞാൽ 0 വരും, 1 ഇട്ട് കഴിഞ്ഞാൽ 10 വരും, 2 ഇട്ട് കഴിഞ്ഞാൽ 20 വരും. പക്ഷെ നമ്മുടെ സീരീസ് അതാണോ? അല്ല, നമുക്ക് 1 11 ആണ് വേണ്ടത് അല്ലേ. അപ്പൊ അത് പറ്റത്തില്ല, നമുക്ക് മനസ്സിലായി. ഇനി അടുത്തേക്ക് നമുക്കൊന്ന് കിടക്കാം. 10n plus 1, അതായത് 10 into 0 plus 1 എത്ര കിട്ടും? 10 into 0 0 ആണ്, 1 കിട്ടും. ഇനി 10 into 1 plus 1, അതായത് 10 plus 1 11. ഏകദേശം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വരുന്നുണ്ടല്ലേ. ഇനി 10 into 2 plus 1, അതായത് 20 plus 1 21. അപ്പൊ അതല്ലേ നമ്മുടെ ഉത്തരം വരേണ്ടത്. ഇനി നമ്മൾ ഏതെങ്കിലും ചെയ്ത് നോക്കണോ? അടുത്ത ചെയ്ത് നോക്കാം, പക്ഷെ കിട്ടത്തില്ല. കാരണം നോക്കി, 9 into 0 0
പ്ലസ് 2 അല്ലേ ആൻസർ വരുന്ന ആദ്യം. നമുക്കിവിടെ 1 അല്ലേ ആദ്യത്തെ നമ്പർ വരേണ്ടത്. അപ്പൊ എന്തായാലും ഓപ്ഷൻ ബി ഇതിനകത്ത് ചെയ്യാനായിട്ട് പറ്റില്ല, ഓപ്ഷൻ സി ചെയ്യാനായിട്ട് പറ്റത്തില്ല. ബി ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരം കിട്ടേണ്ടത്. ഓക്കെ ആണല്ലോ. ഇനി നമ്മളുടെ 10ാമത്തെ ക്വസ്റ്റിലേക്കാണ് കിടക്കുന്നത്. 10ാമത്തെ ക്വസ്റ്റിൽ ഓൾറെഡി നമ്മളുടെ ജനറൽ ഫോം തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്നെ ഇതൊക്കെ കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ നമ്പേഴ്സ് ആരൊക്കെയാണ്? 1, 12, 23, 34, 35 തുടങ്ങിയ നമ്പേഴ്സ് ആണ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് വേണ്ടത് ഏതാണ്? നമുക്ക് ഇതിനകത്ത് 35 45 നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എൻ ഏതായിരിക്കും വരുന്നത് എന്നുള്ളതാണ്. അപ്പൊ ആദ്യത്തെ സംഖ്യ 1 ആണ്. നമ്മളുടെ ഫോം വരുന്നത് 11n+1 ആണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, 1 മാത്രമേ നമുക്ക് ഇതിനകത്ത് പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതായത് 11n കംപ്ലീറ്റ് ആയിട്ട് പോകണം. അങ്ങനെയാണെങ്കിൽ എന്നിന്റെ സ്ഥാനത്ത് ആര് വരണോടാ? 0 വന്നാൽ മാത്രമേ നമുക്ക് ഫസ്റ്റ് നമ്പർ 1 കിട്ടത്തുള്ളൂ. കാരണം 11 × 0 ചെയ്താൽ മാത്രമേ നമുക്ക് 11 കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അപ്പൊ നമുക്ക് 1 ഉത്തരം കിട്ടും. ഇനി നമ്മൾ ഓപ്ഷൻസിലേക്ക് ഒന്ന് നോക്കിക്കേ. എന്നിന് 0 വരുന്ന ഓപ്ഷൻ ഒരൊറ്റ എണ്ണത്തിലേ ഉള്ളൂ. അത് ഇതിലാടാ, എയിൽ മാത്രമേ എന്നിൽ 0 വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ബാക്കി ചെയ്യാറൊന്നും നിൽക്കണ്ട. ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. നമുക്ക് വേണമെങ്കിൽ വെച്ചുകൊണ്ട് ചെക്ക് ചെയ്യാം. എന്നിന് നമുക്ക് 1 കൊടുത്തു നോക്കാം. എന്ത് വരൂടാ? 11 × 1+1 എത്രയാണ്? 11 + 1 12 കിട്ടുമല്ലോ. 0യും 12 നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ബാക്കിയുള്ളത് 23, 34, 45, 56 എന്ന് പറഞ്ഞ് ഇങ്ങനെ ആ ഒരു ഫ്ലോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, യെസ്. ഇനി നമ്മളുടെ 10 ക്വസ്റ്റ്യൻസിന് ശേഷം 11ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് ആർ ഡിനോട്ടഡ് ബൈ 2n? ശ്രദ്ധിക്കണം, നമ്മൾ കുറച്ചു മുന്നേ പറഞ്ഞ കാര്യമാണ്. 2n എന്ന് പറയുന്നത് ഏത് നമ്പേഴ്സിന്റെ പൊതുരൂപമാണെന്ന് നമ്മൾ പഠിച്ചേ കുറച്ചു മുന്നേ. യെസ്, ഇറ്റ്സ് ഈവൻ നമ്പേഴ്സ്. ഓപ്ഷൻ ബി ഇരട്ട സംഖ്യകളാണ് നമുക്ക് വരേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഒറ്റ സംഖ്യകളുടെ കൂടി നമ്മൾ നേരത്തെ പറഞ്ഞതൊന്ന് ഓർത്തെടുക്കാം. 2n+1 ആയിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞേട്ടാ. ശ്രദ്ധിക്കണം, തെറ്റിക്കരുത്. ഓക്കെ, ക്ലിയർ ആണല്ലോ പറഞ്ഞ കാര്യം? ശരി, അങ്ങനെയാണെങ്കിൽ നമ്മുടെ 12ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കിടക്കുവാണ്. നമുക്കറിയാം ഒരു പെരിമീറ്റർ റെക്ടാംഗിൾ തന്നു കഴിഞ്ഞാൽ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ നമുക്കറിയാം അല്ലെ? ഇവിടെ പക്ഷേ നമ്മളോട് നമ്പേഴ്സ് ഒന്നും തന്നിട്ടില്ല, മെഷർമെന്റ്സ് ഒന്നും അല്ല തന്നേക്കുന്നത്. പിന്നെ എന്താ തന്നേക്കുന്നത് നോക്കാല്ലേ? യെസ്, ദ ലെങ്ത്, ബ്രെഡ്ത്ത് ആൻഡ് പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ ആർ L, M and P units respectively. Okay, എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? L, M, P units respectively എന്ന് പറയുന്നുണ്ട്. What is the relation between them if written in algebraic method? ശ്രദ്ധിച്ചേടാ, നമുക്കറിയാം പെരിമീറ്റർ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താണ്? 2 × ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ് അല്ലേ? അത് തന്നെ ഇവിടെ ഉണ്ടോ എന്ന് നോക്കിയാൽ പോരെ. എല്ലും ബിയും നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള സംഗതികൾ തന്നെയാണല്ലേ. എല്ലും ബി എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പക്ഷെ ഇവിടെ തന്നിട്ടുള്ളത് എം എന്നാണ്. അപ്പൊ എന്ത് വ്യത്യാസമാണ് ഉണ്ടാവുക? ബിയുടെ സ്ഥാനത്ത് എം കൊടുത്താൽ മതി അല്ലെ? നമ്മുടെ ഓപ്ഷൻസിലേക്ക് വരുമ്പോൾ എന്താണ്? ബി തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എം എന്ന് ക്വസ്റ്റ്യനിൽ കൊടുക്കുമ്പോൾ ബിയുടെ സ്ഥാനത്ത് എം കൂടി കൊടുത്ത് അതങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്താൽ മതി. ഓപ്ഷൻ സി, പി പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 2 × ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എന്നാണ് നമ്മുടെ ഉത്തരം കിട്ടുക. ഓക്കെ ആണല്ലോ? യെസ്. നമ്മുടെ അവസാന ചോദ്യത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. 13ാമത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിക്കണം കേട്ടോ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ നല്ല ട്വിസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വായിക്കാം. സബ്ട്രാക്ടിങ് 1 number from 5 times another number is written algebraically. ഒരു സംഖ്യയെ മറ്റൊരു സംഖ്യയുടെ 5 ഇരട്ടിയിൽ നിന്നും കുറയ്ക്കുന്നത് ബീജഗണിതപരമായി എഴുതുന്നത് എങ്ങനെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കൊരു കാര്യം ആലോചിക്കാം. ഒരു സംഖ്യയുണ്ട്, അതിന് നമുക്ക് എക്സ് എന്നോ വൈ എന്നോ എന്ത് വേണമെങ്കിലും എടുക്കാം. ഓക്കെ, ആ സംഖ്യ, ഒരു സംഖ്യയെ മറ്റൊരു സംഖ്യയുടെ 5 ഇരട്ടിയിൽ നിന്നും കുറയ്ക്കണം. അപ്പൊ ഒരു സംഖ്യ നമ്മൾ ആദ്യം എടുക്കുന്നു, അത് നമ്മൾ y ആണെന്ന് വിചാരിച്ചു വെക്കുന്നു. ഇതിനെ നമ്മൾ മറ്റൊരു സംഖ്യയുടെ 5 ഇരട്ടിയിൽ നിന്നുമാണ് കുറയ്ക്കുന്നത്. ഓക്കെ, അപ്പൊ മറ്റൊരു സംഖ്യ ഏതായിരിക്കണം? എക്സ് ആയിരിക്കണം അല്ലെ? അതിന്റെ 5 ഇരട്ടി എന്ന് പറഞ്ഞാൽ × 5. ഏതിന്റെയും ഇത്ര ഇരട്ടി എന്ന് പറഞ്ഞാൽ അതിനെ ഇൻറ്റു ചെയ്യുവാണ് ചെയ്യേണ്ടത് കേട്ടോ. 5 ഇരട്ടി എന്ന് പറഞ്ഞാൽ × 5, 4 ഇരട്ടി എന്ന് പറഞ്ഞാൽ × 4, അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ 5 ഇരട്ടി എന്ന് പറഞ്ഞപ്പോ 5 × x. ആ 5 ഇരട്ടിയിൽ നിന്നും നമ്മൾ മറ്റൊരു സംഖ്യയായിട്ടുള്ള y കുറച്ചു. അതാണ് 5x - y നമ്മൾ കൊടുത്തേക്കണേ അല്ലെ? അപ്പൊ ഓപ്ഷൻ ബി 5x - y ആണ് നമ്മളുടെ ഉത്തരം വരേണ്ടത്. കിട്ടിയോ? ഓക്കെ ആണോ പറഞ്ഞ കാര്യം? ശ്രദ്ധിക്കണം, ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പോൾ കുറച്ചു പേർക്കെങ്കിലും ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറുണ്ട്. ഒരു സംഖ്യയുടെ 5 ഇരട്ടിയിൽ നിന്നും മറ്റൊരു സംഖ്യ കുറയ്ക്കുന്നു എന്നാണ് പറയുന്നത് അല്ലെ? അല്ലെങ്കിൽ ഇതിനകത്ത് ക്വസ്റ്റ്യൻ നേരെ തിരിച്ചു പറയുന്നുണ്ട്, സബ്ട്രാക്ടിങ് 1 number from 5 times another number. അപ്പോൾ എന്തിൽ നിന്നാണോ കുറയ്ക്കേണ്ടത് ആ സംഖ്യ വേണം ആദ്യം എഴുതാൻ കേട്ടോ. അതായത് ഇരട്ടി കണ്ടുപിടിച്ച സംഖ്യ വേണം ആദ്യം എഴുതാനായിട്ട്, എന്നിട്ട് വേണം മറ്റൊരു സംഖ്യ കുറയ്ക്കാനായിട്ട്. ഇവിടെ എക്സും വൈയും വരാനുള്ള കാരണം എന്താണ്? രണ്ടും ഡിഫറെന്റ് നമ്പേഴ്സ് ആയിരുന്നു. സെയിം നമ്പർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ഇവിടെ അനദറിന് പകരം സെയിം നമ്പർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നേനെ?
ആ 5x - x എന്ന് തന്നെ എഴുതേണ്ടി വന്നേനെ. പിടികിട്ടിയോ? 5x - x എന്ന് തന്നെ എഴുതേണ്ടി വന്നേനെ. അത് ശ്രദ്ധിക്കണം, കുറച്ച് ആൾക്കാർക്ക് അത് തെറ്റി പോകാറുണ്ട്. അനദർ നമ്പർ എന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്ക് y കൊടുക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ. ഓക്കെ ആണല്ലോ? അപ്പോ 13 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് ഓൾജിബ്ര എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും. അപ്പൊ കൃത്യമായിട്ട് തന്നെ ഈ ഒരു ചാപ്റ്റർ പഠിക്കാം. നമ്മുടെ ഓഡ് നമ്പേഴ്സ്, ഈവൻ നമ്പേഴ്സ്, അതിന്റെ എല്ലാം ജനറൽ ഓൾജിബ്രിക് ഫോം അറിഞ്ഞിരിക്കാം. കൂടാതെ നമ്മളിപ്പോ ലാസ്റ്റ് ചെയ്ത ടൈപ്പ് ക്വസ്റ്റ്യൻ, കലണ്ടറിന്റെ ക്വസ്റ്റ്യൻ, ആ ടൈപ്പ് എല്ലാം മറ്റേ മിഡിൽ നമ്പർ, മധ്യത്തിലെ സംഖ്യ കണ്ടുപിടിക്കുന്ന ചോദ്യം, അതേപോലത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം കൃത്യമായിട്ട് നോക്കിക്കോളൂ. നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്നും ഏത് ക്വസ്റ്റ്യൻ വന്നാലും കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ക്രാക്ക് ചെയ്യാനായിട്ട് എന്റെ മക്കൾക്ക് പറ്റണം. ഓക്കെ, അപ്പൊ എല്ലാവരും ഉഷാറായിട്ട് പഠിച്ചോളൂ. ഒട്ടും വിട്ടുകൊടുക്കാതെ തന്നെ നല്ല വാശിയോട് കൂടെ തന്നെ പഠിക്കാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ഞാൻ പറയുകയാണ്. എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കാം കേട്ടോ. ഓക്കെ.